ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 3 കാർഡുകൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജി. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വന്നേക്കാവുന്ന ബ്ലോക്കേജ്, അത് ജോലിയിലായാലും എന്തിലായാലും, അതുപോലെ നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ്. 3 കാർഡുകളാണ് എടുത്തിട്ടുള്ളത്. കാർഡ് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് വാൺസ് ആണ്. ഇപ്പോൾ 4 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആഘോഷം എന്ന് വരാൻ സാധ്യതയുണ്ട്. എന്തോ ഒരു ആഘോഷം നിങ്ങളിലേക്ക് എത്തുന്നു. ഓക്കെ, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു ആഘോഷം നിങ്ങളെ ഇന്ന് തേടി വരുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിങ്ങളുടെ റിലേറ്റീവ്സും ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ബ്ലോക്കേജ് എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ബാലൻസ് ഒരു കുറവുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹനശേഷി, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഉണ്ട്. അതിൽ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇത് കാര്യം ചെയ്യുമ്പോഴായാലും വളരെയധികം ചിന്തിച്ച് സംസാരിക്കുക, പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സമയം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക. സമയത്തിൻ്റെ ഒരു ബാലൻസ് നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ കൂടുതൽ ഫോൺ ടൈം യൂസ് ചെയ്യുന്നുണ്ടാവാം, അതൊന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ടാവും. ആ സമയത്തിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് 10 ഓഫ് വാൺസ് ആണ്. വളരെയധികം ചുമതലകളും പേറിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാം നിങ്ങൾ തന്നെ ചുമലിലേറ്റണമെന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് കപ്പാസിറ്റിയുള്ള വ്യക്തി തന്നെയാണ്, മുന്നോട്ടേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനും പറ്റും. പക്ഷേ എങ്കിലും അത് ചിലപ്പോൾ നിങ്ങളെ ടയേർഡാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തലയിലേറ്റാതെ, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ കയറ്റി വെക്കാതെ, അതായത് കുറച്ചൊന്ന് സ്ട്രെസ്സ് റിലീസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നെന്തോ ഒരു ആഘോഷം വരുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക. സമയവുമൊക്കെ ശ്രദ്ധിച്ച് ചിലവഴിക്കുക. സമയമൊന്നും പോയാൽ പിന്നെ തിരിച്ച് കിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഇന്നത്തെ റീഡിങ് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ആഘോഷത്തിലാണ് പങ്കെടുത്തതെന്ന് കമൻറ്റ് ചെയ്യുക നാളെ. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.